എല്ലാ സുഹൃത്തുക്കൾക്കും റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പാർട്ടി വെയർ കുർത്ത എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മളിതിൻ്റെ കട്ടിങ് എങ്ങനെ ചെയ്യാമെന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ അത് കാണാത്തവർ അതെടുത്ത് കാണുക. ഈ കുർത്ത നമ്മൾ കട്ട് ചെയ്യേണ്ടതിൻ്റെ വീഡിയോ നമ്മൾ ആദ്യം ചെയ്തിരുന്നു, പാർട്ട് 1. ഇത് പാർട്ട് 2 ആണ്. ഈ കുർത്ത സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണിത് സ്റ്റിച്ചിങ്. ഇതിൻ്റെ വളരെ ഭംഗിയുള്ള ഒരു കുർത്തയാണ്. ഫ്രണ്ടിൽ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഓപ്പണും മേലെ ഒരു നെക്കും അതിന് പൈപ്പിങ്ങും ഒക്കെ ആയിട്ട് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്ത വീഡിയോ ആദ്യം കാണണം, എന്നാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ പെട്ടെന്നിൽ. കട്ടിങ്ങിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആദ്യം അത് കാണണം, എന്നാലേ ഈ സ്റ്റിച്ചിങ് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാവും. ഇത് നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഭാഗമാണിത് എടുത്തിട്ടുള്ളത്. ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഭാഗം, ഈ ഭാഗം ഈ പീസ് വെച്ചുകൊണ്ട് അടിച്ച് മറിക്കുകയാണ്. ഇങ്ങനെ അടിച്ച് മറിക്കുകയാണ്. അതിന് മുമ്പ് ഫസ്റ്റായിട്ട് ഇതിൻ്റെ ഈ രണ്ടാമത്തെ ഈ സൈഡ് ഇതുപോലെ 2 പ്രാവശ്യം ഫോൾഡ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക ഫുള്ളായിട്ട്. അങ്ങനെ അടിഭാഗം മുതൽ മുകൾ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു പീസ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ടിൻ്റെ ഒരു ഭാഗം, ഈ ഭാഗം ആ ചെറിയ ഭാഗമാണത്, ഇത് ഈ പീസ് ഇതിമ വെച്ചുകൊണ്ട് അടിക്കുകയാണ്. ഒപ്പം വെക്കുക, 2 പീസും ഒപ്പം വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഇവിടെയൊക്കെ കറക്റ്റായി വരണം. ഓക്കെ, 2 പീസും ഒപ്പം വെച്ച് 2 തുമ്പും ഒരേപോലെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ ആ സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഈ പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ ആ പോയിൻ്റിൽ കറക്റ്റായിട്ട് സൂചി കുത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് അവിടെ ഒരു വെട്ടിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തപ്പോൾ മനസ്സിലാവും അവിടെ ഒരു വെട്ടിട്ടുണ്ട്. ആ ഫ്രണ്ടിൻ്റെ സെൻറ്ററിൽ വെട്ടിട്ടുണ്ട്. അതുവരെ അടിക്കുക. ഓക്കെ, അതുവരെ അടിച്ച് നിർത്തി. ഇത് ക്ലിയർ ആക്കാണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കുക. അതുപോലെ ഒരേ വീതിയിൽ ഇത് അതുവരെ വന്ന് അവിടെ വരെ അടിച്ചെടുത്ത്. പിന്നെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു വെട്ടിട്ടാണ്, അതായത് നമുക്ക് മറിക്കാനുള്ളത് സുഖത്തിനാണ്. അതേപോലെ ഒരു വെട്ടിട്ടു, അത് അടിച്ചു മറിച്ചു. അപ്പോൾ അതുപോലെ വരും കറക്റ്റായിട്ട്, ഇങ്ങനെ വരും, കറക്റ്റായിട്ട് വരും. ഓക്കെ, ഇനി ആ 2 പീസിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യുക. ആ മുകളിൽ നിന്നാണ് വരിക. ആ പീസ് എവിടെ നിന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, ആ തലക്കുന്ന് വരിക. കറക്റ്റായിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ കഴുത്തിൻ്റെ ഭാഗം പോയിൻറ്റിലൊക്കെ കറക്റ്റായിട്ട് സൂചി കുത്തി കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ക്ലിയർ ആക്കുകയാണെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ഇതുപോലെ വരും. ആ പോയിൻ്റ് കറക്റ്റായിട്ട് വരണം. ഇനി ഇത് പൈപ്പ് ചെയ്യണം. ഒരു നൂൽ പൈപ്പിങ് ചെയ്യണ്ട. ഇനി സിംഗിൾ ചോട്ടേ പറ്റുള്ളൂ. അങ്ങനെ സിംഗിൾ ചോട്ട് ഇട്ടുകൊണ്ട് നൂൽ പൈപ്പിങ് ചെയ്യാണ്. ഒരു കോഫി കളർ തുണീൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഒരു നൂല് വെച്ചുകൊണ്ട് പൈപ്പ് ചെയ്യാണ് കേട്ടോ. അതായത് അതിൻ്റെ നെക്കിൻ്റെ എൻഡിലൂടെയും ആ മാറിൻ്റെ ഫ്രണ്ടിൻ്റെ മാറിൻ്റെ എൻഡിലൂടെയും ആ പൈപ്പിങ് വരുന്നുണ്ട്. അത് ഈ നൂൽ പൈപ്പിംഗ് ആണ്. അപ്പോൾ ഈ നൂല് ഈ കോഫി കളർ തുണീൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പൈപ്പ് ചെയ്യാണ്. പൈപ്പ് ചെയ്യണമെങ്കിൽ ആ സിംഗിൾ ചോട്ട് വേണം. അതുപോലെ കറക്റ്റായിട്ട് പൈപ്പ് ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. അങ്ങനെ പൈപ്പ് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇത് ഫ്രണ്ട് പീസാണ്. ഫ്രണ്ടിൻ്റെ മറ്റേ ഒരു പീസ് നമ്മൾ കവർ ചെയ്തു, അടിച്ചല്ലോ. ഇത് രണ്ടാമത്തെ പീസ്, ഫ്രണ്ടിൻ്റെ രണ്ടാമത്തെ പീസാണ്. അതിന്മേ ഈ പൈപ്പിങ് വെച്ചുകൊണ്ടാണ് ആ പീസ് വെച്ച് കവർ ചെയ്യേണ്ടത്. ഈ പൈപ്പിങ് ഇവിടെ വരും വേണം. അത് കവർ ചെയ്യാനുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസ് വെച്ചുകൊണ്ട് അടിച്ചു മറിക്കും വേണം. അപ്പോൾ ഫസ്റ്റായിട്ട് എളുപ്പത്തിന് എന്താ വെച്ചാൽ ആദ്യം ഈ പൈപ്പിംഗ് പീസ് ഇതിൽ വെച്ച് അടിച്ചാൽ മതി.
3 പീസും ഒപ്പം വെച്ച് കണ്ട് അടിച്ച് മറിക്കുക. പക്ഷേ കുറച്ചും കൂടെ എളുപ്പം എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യലാണ്. ഫസ്റ്റ് ആ ഫ്രണ്ടുമ്മേ ഈ പൈപ്പിംഗ് പീസ് വെച്ച് കണ്ട് അടിക്കുകയാണ് കേട്ടോ. ഈ പൈപ്പിംഗ് പീസ് പൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് 1/4 ഇഞ്ച് എല്ലാ ഭാഗത്തും പാടുള്ളൂ. അപ്പോഴേ ഇത് കറക്റ്റായിട്ട് ആ പൈപ്പിംഗ് ആയിട്ട് കിടക്കുള്ളൂ കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേ വീതിയെ പാടുള്ളൂ ഈ പൈപ്പിംഗ് പീസ് അടിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ കറക്റ്റായിട്ട് അടിച്ചു. ഇനി ഈ പീസ് അതിന് വെച്ചുകൊണ്ട് അടിച്ച് മറിക്കുകയാണ്. അതേപോലെ ഒപ്പം വെക്കുക. ഒപ്പം വെച്ചുകൊണ്ട് ആ പൈപ്പിംഗ് പീസ് തുടങ്ങിയില്ലേ, ആ തുടങ്ങിയതിൻ്റെയും ഒരു പോയിൻ്റ് ഷോൾഡറിൻ്റെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടാണ് അടിച്ച് വരുന്നത്. അതായത് ആ പൈപ്പിംഗ് പീസ് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഉള്ളിലായിട്ട് വരിക. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കറക്റ്റായിട്ട് ആ പൈപ്പിങ്ങിൻ്റെ ആ നൂൽ പൈപ്പിങ് കുറച്ച് കനത്തിലിങ്ങനെ നിൽക്കുന്നുണ്ടാവും. അതിന് ചാരിയിട്ട് സ്റ്റിച്ച് ചെയ്തിങ്ങനെ പോന്നാൽ മതി, കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ആ പൈപ്പിങ്ങിന് ചാരി പിടിക്കുക. അങ്ങനെ ആ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇത് അടിച്ച പീസ് മറിക്കണം, അപ്പുറത്തേക്ക് മറിക്കുമ്പോൾ അതുപോലെ വരും. കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ വൃത്തിയായിട്ട് വരും. ഈ നൂൽ പൈപ്പിംഗ് ഇട്ടാൽ ഇതുപോലെ കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ് ഉണ്ടാവും. പക്ഷേ അതിനെന്താ വെച്ചാൽ ആ സിംഗിൾ ചോട്ട് നിർബന്ധമാണ്. ഇതിനൊരു ഭാഗം ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ്. ഇതേപോലെ ഫോൾഡ് ചെയ്ത് അടിച്ചു. ഓക്കെ, അപ്പോൾ അതുപോലെ വരും. ഉൾഭാഗത്തേക്ക് മറിഞ്ഞ് കിടക്കുന്നുണ്ട്, അവിടെയൊക്കെ കറക്റ്റായി ഇടുക. അപ്പോൾ 2 ഫ്രണ്ടും അടിച്ചെടുത്തു. അപ്പോൾ ഇതുപോലെ വരും കറക്റ്റായിട്ട്. ഓക്കെ, അടുത്ത ബാക്ക് പീസ് എടുക്കുക കേട്ടോ. ബാക്ക് നമ്മൾ ഷോൾഡറും ബാക്കും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷോൾഡർ എക്സ്ട്രാ വേറെ ഒന്നുമില്ല, ഫിറ്റ് ചെയ്യാനൊന്നുമില്ല. ഷോൾഡർ ഓൾറെഡി കഴിയുമ്പോൾ തന്നെ ബാക്ക് മെത്തനുണ്ട്. ഇനി ഇത് ഫ്രണ്ട് പീസ് ഈ ബാക്ക് പീസിൻ്റെ ഷോൾഡറും വെച്ച് അടിക്കുകയാണ്. ഒന്നെങ്കിൽ ഒരൊറ്റ അടിന് അടിക്കുക, അടിച്ചിട്ട് ലോക്ക് ചെയ്യുക. അല്ലെങ്കിൽ കവർ ചെയ്ത് അടിക്കുകയാണ്. ഞാൻ അത് കവർ ചെയ്തിട്ട് അടിക്കേണ്ടത്, എന്നാൽ പിന്നെ ലോക്ക് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ടിൻ്റെ 2 ഷോൾഡറും ഫ്രണ്ടിൻ്റെ ഷോൾഡറും ബാക്കിൻ്റെ ഷോൾഡറും ഇങ്ങനെ വെച്ചിട്ട് കവർ ചെയ്യാണ്. അതായത് ബാക്കിൻ്റെ ഷോൾഡർ കുറച്ച് നറുക്കി വെച്ചിട്ട് ഫ്രണ്ട് ആ ബാക്കുമ്മക്ക് കവർ ചെയ്ത് വെച്ചുകൊണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണ് കവർ ചെയ്യേണ്ടത്. അങ്ങനെ അത് അടിച്ചെടുത്തു. എന്നിട്ട് ഇതിന് മറിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരൊറ്റ അടി അടിച്ചിക്കാണ്ട് അവിടെ ഓവർലോക്ക് ചെയ്താൽ മതി, എന്നാലും കുഴപ്പമില്ല. എന്നിട്ട് ഈ പീസ് ബാക്ക് പീസുമ്മക്ക് പതിച്ച് വെക്കുക. ആ തുമ്പ് പീസല്ല, ആ തുമ്പ് നമ്മൾ അടിച്ച ഉള്ളിലത്തെ ആ തുമ്പുണ്ടല്ലോ, അത് ബാക്ക് പീസുമ്മക്ക് ഇതുപോലെ പതിച്ച് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ അങ്ങനെ അടിക്കുക. 2 ഷോൾഡർ അടിച്ചെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്ക് പീസുമ്മ ഫ്രണ്ട് ഫിറ്റ് ചെയ്തു. ഇനി കൈ അടിഭാഗം ബോട്ടൺ അടിക്കുക. 2 കൈയിൻ്റെയും ബോട്ടൺ 1/4 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കണേ. ഓക്കെ, 2 അടിച്ചെടുത്തു. ഇനി ഇത് റിഗാളുമ്മ ഫിറ്റ് ചെയ്യാണ്. ആദ്യം കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത റിഗാളും ഈ കൈയും ഒരേ ഒപ്പാണോ നോക്കുക. അതായത് ഈ റിഗാൾ ഇങ്ങനെ മടക്കി പിടിച്ചാണ് സെൻറ്ററിൽ ഒരു വെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ റിഗാളും ഈ കൈയിൻ്റെ റിഗാളും ഒപ്പം വരണം. അല്ലെങ്കിൽ വെട്ടാനുണ്ടെങ്കിൽ ബോഡി പീസ് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കൈ ഫിറ്റ് ചെയ്യാണ് കേട്ടോ. കൈയിൻ്റെ ഒരു ഭാഗം ഷേപ്പാണ്, ഈ ഭാഗം ഷേപ്പാണ്, ആ ഭാഗം ഫ്രണ്ടിലേക്ക് വരണം. കൈ കട്ട് ചെയ്തപ്പോൾ കൈയിൻ്റെ ഒരു ഭാഗം കുറച്ച് ഷേപ്പിട്ട് കട്ടിയിരുന്നു. ആ ഷേപ്പിട്ട് കട്ട് ചെയ്ത ഭാഗം ഫ്രണ്ട് പീസുമൊക്കെയാണ് വരേണ്ടത്. ഇതാണ് ഫ്രണ്ട്. ഈ ഫ്രണ്ടുമൊക്കെ ഈ ഭാഗം വരണം. ഓക്കെ, ബാക്ക് പീസുമെന്നാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ഇതുപോലെ വെക്കുക. അതായത് ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ ഈ ബാക്ക് പീസുമൊക്കെ കവർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതേപോലെ കവർ ചെയ്തിക്കാണ്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതായത് ഈ ബോഡിൻ്റെ ബാക്ക് പീസ് കുറച്ച് ഇറക്കി വെച്ചിട്ട് കൈ അതിമൊക്കെ ഫോൾഡ് ചെയ്തിട്ട് കാണ്ട് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ടിത് മറിച്ചാൽ ഇതുപോലെ വരും. എന്നിട്ട് അതിന് മേലടി അടിക്കുകയാണ്. ഇതിൻ്റെ തുമ്പ് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതേപോലെ തന്നെ കൈയിൻ്റെ രണ്ടാമത്തെ ഭാഗം ഫിറ്റ് ചെയ്യുക. ഇതേപോലെ
കവർ ചെയ്ത് കാണ്ട് ഫിറ്റ് ചെയ്ത് കാണ്ട് അതിനും മേലടി അടിക്കട്ടോ. സെയിം നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ അങ്ങനെ അടിച്ചെടുത്തു. ഇനി ഇതിൻ്റെ സൈഡ് അടിക്കുകയാണ്. കൈ ഇതുപോലെ ഒപ്പം വെച്ച് കാണ്ട് ഒരു അരഞ്ച് വീതിയാണ് നമ്മളിതിന് തുമ്പിട്ടിട്ടുള്ളത്. ആ അരഞ്ച് വീതിയിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അടിഭാഗം ഒരു ഓപ്പൺ ഉണ്ട്. ആ ഓപ്പണിന് ഒരു വെട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഇതാ ഇവിടെ ഒരു വെട്ടിട്ടിട്ടുണ്ട്. ആ വെട്ട് വരെ സ്റ്റിച്ച് ചെയ്യുക. ആ മാർക്കിങ് വരെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അവിടെ നിർത്തുക. അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ സൈഡും അടിക്കുക. ഓക്കെ, ഇതിൻ്റെ ഓപ്പൺ അടിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ സൈഡ് ഓപ്പൺ. ഈ തുമ്പ് ഇതേമാതിരി കറക്റ്റായിട്ട് മറിച്ച് വെക്കുക. ഇതുപോലെ മറിച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇതേമാതിരി ഫോൾഡ് ചെയ്തിട്ട് അടിക്കുകയാണ്. കറക്റ്റ് ഡബിൾ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എൻഡിലൂടെ അടിച്ചെടുക്കുകയാണ്. അങ്ങനത് കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടോ. ഇതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡോപ്പുള്ള ഭാഗമല്ലേ അവിടെ ഇതേപോലെ തന്നെ അടിച്ചെടുക്കട്ടോ. ആ ഭാഗം അടിച്ചെടുത്തു. നെക്സ്റ്റ് ഇതിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം. ഇതിൻ്റെ അടിഭാഗം ഒരു 1/4 ഇഞ്ച് വീതിയിലൊന്ന് മടക്കിയിട്ട് പിന്നെ ഒന്നുകൂടെ മടക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. ഒരേ വീതിയിൽ തന്നെ അടിച്ചു പോരട്ടോ. ഫ്രണ്ടിൻ്റെ ഓപ്പണിൻ്റെ അവിടെ എത്തിയാൽ അവിടെ ഒരു കെട്ടിട്ട് കണ്ട് നിർത്തുക. എന്നിട്ട് പിന്നെ അടുത്ത ബാക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഫ്രണ്ടും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ബാക്ക് ഫുള്ള് അടിഭാഗം ഫുള്ള് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഇങ്ങനെ വരും. ലാസ്റ്റ് കഴിഞ്ഞാൽ ഇനി നമുക്കിതിൻ്റെ നെക്ക് ഫിറ്റ് ചെയ്യണം. നെക്ക് നെക്ക് ഒട്ടിച്ച പീസ്, അത് മറിക്കാനുള്ള പീസ്, പൈപ്പ് ചെയ്യാനുള്ള പീസ്, ആ 3 പീസ് എടുത്തു. എന്നിട്ട് ഈ നെക്കിൻ്റെ ഈ ഭാഗം അടിഭാഗം ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തടിക്കുക. അങ്ങനെ അടിഭാഗം അടിച്ചു. അതായത് ആ ഷേപ്പ് വരാത്ത ഭാഗം, ഷേപ്പ് വരേണ്ട ഭാഗം മുകൾക്കാണ്. ഇനി ഈ പൈപ്പിംഗ് പീസും ഇതിന്മേൽ ഈ നെക്കുമ്പോൾ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാണ്. ആ നൂൽ പൈപ്പിങ് ചെയ്തില്ലേ, അതിൽ ആ നൂലിൻ്റെ ഭാഗം വരേണ്ട ഭാഗം ആ ക്യാൻവാസിന് ചാരി വരണം. ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ആ ക്യാൻവാസ് എവിടെ വരുന്നു വെച്ചാൽ ആ ക്യാൻവാസിന് ചാരിയിട്ട് ആ നൂലിൻ്റെ ആ പൈപ്പിങ് വരണം. എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് അടിക്കുക. എന്നിട്ട് അതുപോലെ വരും. മറിക്കുമ്പോൾ കറക്റ്റായിട്ട് കിടക്കണം. ഓക്കെ, ഇതിൻ്റെ അടിയിൽ ആ പീസ് വെച്ച് കണ്ട് അടിച്ച് മറിക്കുകയാണ് കേട്ടോ. ആ പീസ് വെച്ച് കണ്ട് അടിച്ച് മറിക്കുകയാണ്. കറക്റ്റ് ആ ക്യാൻവാസിന് ചാരി തന്നെ സ്റ്റിച്ച് ചെയ്യുക. നമ്മളാ നൂൽ പൈപ്പിങ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കും. കാരണം നമ്മൾ ആ നൂൽ പൈപ്പിങ്ങിൻ്റെ ആ നൂൽ ഭാഗം ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് കയറ്റിക്കാണ്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ്. അപ്പോൾ ക്യാൻവാസിന് ചാരിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുക കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇത് മറിക്കുകയാണ്. മറിക്കുമ്പോൾ ഇതുപോലെ വരും.
ഇനി അടുത്തത് നെക്കിൻ്റെ എക്സ്ട്രാ വരുന്ന പീസൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കണേ. നമുക്കവിടെ ഒരു 1/4 ഇഞ്ച് മതി, 1/4 ഇഞ്ച് വീതി മതി. അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി ബോഡിൻ്റെ ഈ കട്ടിങ്ങും ഈ നെക്കും ഒപ്പാണെന്ന് വെച്ച് നോക്കുക. ഒപ്പല്ലെങ്കിൽ ബോഡി കട്ട് ചെയ്യാണ്ടെങ്കിൽ ലേസ് ബോഡി കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്ക് ഫിറ്റ് ചെയ്യാണ്. ഫസ്റ്റ് നെക്കിൻ്റെ ഈ എൻഡും ഈ ബോഡിൻ്റെ ഈ എൻഡും ഒപ്പം വെച്ചുകൊണ്ട് ഒന്ന് കെട്ടിടുക, ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്താണ് നിർത്തുക. എന്നിട്ട് നെക്ക് ഈ തലക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ്. അതിന് മുമ്പേ ഈ ബോഡിൻ്റെ സെൻറ്ററിൽ, അതായത് ഈ നെക്ക് ഫിറ്റ് ചെയ്യേണ്ട ഈ കട്ടിങ്ങിൻ്റെ ഈ സെൻറ്ററിൽ ഒരു വെട്ടിട്ട് കൊടുക്കണം, സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നെക്ക് ഇതേപോലെ ഈ തലക്കൊന്ന് കറക്റ്റായിട്ട് വെക്കുക. 2 തുമ്പും ഒപ്പം വെച്ചിട്ട് കറക്റ്റായിട്ട് ഒരേ വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കണ്ട് പോരുക. അങ്ങനെ സെൻറ്ററൊക്കെ എത്തുമ്പോൾ നമ്മളെ ബോഡിമേ ഫസ്റ്റ് ആ ബോഡി പീസുമേ വെട്ടിട്ടില്ലേ, ആ വെട്ടും ഈ നെക്കുമേ സെൻറ്ററിൽ വെട്ടുണ്ട്, അത് രണ്ടും ഒപ്പാവണം. അങ്ങനെ കറക്റ്റ് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ തുമ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇതിന് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുക. ഒരൊറ്റ സ്റ്റിച്ച് ചെയ്യുക ഫുള്ളായിട്ട്. തുമ്പൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക, നെക്കിൻ്റെ ഉള്ളിലേക്ക്. ഈ നെക്കുമ്പാടെ ഫിറ്റ് ചെയ്താൽ നമ്മളെ കുർത്തൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തട്ടോ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.